നമസ്കാരം, ഞാൻ ശാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല കിഡിലനൊരു ചട്നിയാണ്. ഒരു തക്കാളി ചട്നിയാണ് ഞാനിന്ന് ചെയ്യുന്നത്. നമുക്ക് ഈ തക്കാളി ചട്നി തന്നെ പല രീതിയിൽ ചെയ്യാം. ഈ രീതിയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചട്നി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളി ചട്നിയാണിത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് എത്ര ടെംപ്റ്റിംഗ് ആണെന്നുള്ളത്. അത്ര ടേസ്റ്റിയുമാണിത്. ഞാനിവിടെ ഒരു 4 തക്കാളി സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവാളയുടെ പകുതി ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 2 അല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില, ഒരു 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ കായം പൊടിച്ചത്, പിന്നെ നമുക്ക് താളിക്കാനായിട്ട് കടുക്, വറ്റൽമുളക്, ഉഴുന്ന്, ആവശ്യത്തിന് കറിവേപ്പില. ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ ഈ ടേസ്റ്റി ആയിട്ടുള്ള ചട്നി നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് അരിഞ്ഞു വെച്ച സവാളയും കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളിയും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നമുക്ക് ഈ സവാളയൊക്കെ ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആയി കിട്ടേണ്ട ആവശ്യമില്ല. ഇത് ചെറുതായിട്ടൊന്ന് വഴന്നു വന്നാൽ മതിയാവും. ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്തിട്ട് നിങ്ങൾക്കിത് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളയൊക്കെ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടും. ഏത് എണ്ണയിൽ വേണേലും ഇത് ചെയ്യാം കേട്ടോ. നല്ലെണ്ണയിൽ ചെയ്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഞാനിവിടെ നിന്ന് വെജിറ്റബിൾ ഓയിലാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളി നോക്കിയെടുത്താൽ നമ്മുടെ ചട്നിക്ക് ടേസ്റ്റ് കുറച്ചുകൂടെ ഉണ്ടാവും കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഈ എണ്ണയിൽ കിടന്ന് നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് ഇതിൽ നിന്ന് എണ്ണയൊക്കെ കുറച്ചൊന്ന് സെപ്പറേറ്റ് ആയിട്ട് വരണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അതിനുശേഷം നമുക്കിത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നിങ്ങളിത് വഴറ്റാനായിട്ട്. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ ഒരു പകുതി ഭാഗം വഴന്നു വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കിതിലേക്ക് കായം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ കായപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. നിങ്ങൾ റെഗുലർ ചില്ലി പൗഡർ ചേർത്താലും മതി. പക്ഷേ കാശ്മീരി ചില്ലി പൗഡർ ചേർത്താൽ നമ്മുടെ ഈ ചട്നിക്ക് നല്ലൊരു കളർ ഉണ്ടാവും. അതിനുശേഷം നമുക്ക് ഈ പൊടിയുടെയൊക്കെ പച്ചമണം പോകുന്നത് വരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റാം. അതോടൊപ്പം തന്നെ നമ്മുടെ തക്കാളിയും നല്ല പോലെ ഒന്ന് വഴന്ന് കിട്ടണം. നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇതൊന്ന് പെട്ടെന്ന് വഴന്ന് വരണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തക്കാളിയൊക്കെ പെട്ടെന്നൊന്ന് സോഫ്റ്റായിട്ട് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് നല്ലതുപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഈ തക്കാളിയൊക്കെ ഒരുപാടങ്ങ് സോഫ്റ്റായിട്ട് പോകണ്ട. നമുക്കിതൊരു മീഡിയം ലെവലിൽ സോഫ്റ്റായിട്ട് കുറച്ചൊന്ന് തക്കാളി കടിക്കാനായിട്ട് കിട്ടണം. കുറച്ച് പീസസ് ആയിട്ട് കിടക്കണം, ചെറിയ ചെറിയ പീസസ് ആയിട്ട് കിടക്കണം. ആ പരുവത്തിൽ വേണം നമുക്ക് എടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ ദോശയുടെ ഇഡ്ഡലിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷെ നമുക്കിനി കുറച്ചുകൂടെ പരിപാടിയുണ്ട് ഇത് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം ഇതിൻ്റെ 1/4 ഭാഗം നമ്മൾ ഒരു മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കി 1/4 ഭാഗം നമ്മളൊരു ബൗളിൽ മാറ്റി വയ്ക്കാം. നമ്മൾ ഈ 1/4 ഭാഗം അരയ്ക്കുന്നില്ല. നമ്മളിതിൻ്റെ 1/4 ഭാഗം മാത്രമേ അരയ്ക്കുന്നുള്ളൂ. ഈ നമ്മൾ ഈ അരച്ചതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ
അരയ്ക്കാത്ത ഈ ഒരു മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ മിക്സിയിലെടുത്ത് വെച്ച ആ ഒരു ഭാഗം നല്ലതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രമേ അരയ്ക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് ചട്നി ചെയ്യാം. ഞാൻ ആ സെയിം പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ചട്നിയൊക്കെ കുറേ നാൾ കേടുകൂടാതെ ഇരിക്കും. ഇനി നമുക്ക് എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഈ ഉഴുന്നൊക്കെ നമ്മുടെ ഈ ഒരു ചട്നിയിൽ കടിക്കാൻ കിട്ടിയ നല്ലൊരു ടേസ്റ്റാണ് ഇതിൽ. ഇതിൻ്റെ ഈ സൈഡിലൊക്കെ, ഈ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ ഇരിക്കുന്നത് നമ്മൾ വഴറ്റിയ തക്കാളിയുടെ ഭാഗമാണ്. അപ്പോൾ അത് സാരമില്ല, നമ്മൾ ആ സെയിം പാനിൽ തന്നെയാണ് ഈ ചട്നി ചെയ്യുന്നത്. നമ്മുടെ ഈ ഉഴുന്നൊക്കെ ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റണം. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യുന്നത്. ഫ്ലെയിം കൂടിപ്പോയാൽ ഉഴുന്ന് പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി നമുക്കിതിലേക്ക് 2 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ കട്ട് ചെയ്ത് ചേർക്കാം. കറിവേപ്പിലയൊക്കെ കട്ട് ചെയ്ത് ചേർക്കുകയാണെങ്കിൽ നമുക്ക് ഈ ചട്നിയിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തക്കാളിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല പേസ്റ്റ് പോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. ഒരല്പം പോലും വെള്ളം ചേർക്കാതെയാണ് നമ്മൾ ഈ ചട്നി റെഡിയാക്കിയെടുക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നല്ലതുപോലെ ഞാനൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ എണ്ണയൊക്കെ സൈഡിലൊന്ന് നല്ലതുപോലെ തെളിഞ്ഞു വരും. ഇതൊന്ന് നല്ലപോലെ ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ അരയ്ക്കാതെ മാറ്റി വെച്ചിരുന്നൊരു ഭാഗമില്ല, നമ്മൾ വഴറ്റിയ തക്കാളിയുടെയും ഉള്ളിയുടെയൊക്കെ ഒരു ഭാഗം, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെല്ലാം കൂടെ അരച്ചെടുത്തിട്ട് ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയും ചെയ്യാം കടുക് താളിച്ചിട്ട്. പക്ഷെ കുറച്ച് നമ്മൾ അരയ്ക്കാതെ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ചട്നി വേറെ ലെവലിലായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എന്തായാലും ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇത് എത്ര അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളത്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും. ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണിത്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളിത് ഒരു തവണ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ആദ്യം ഓർക്കുക ഈ ഒരു ചട്നിയെ പറ്റിയിട്ടായിരിക്കും. ആ കാര്യത്തിന് ഒരു സംശയമില്ല. ഇപ്പം നമ്മുടെ ചട്നി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കുറേ ബാച്ചായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചെയ്തിട്ട് ഒരു എയർ ടൈറ്റ് ബോക്സിൽ വെച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഇത് കുറേ നാൾ കേടുകൂടാതിരിക്കും. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ കൂടുതൽ ഒഴിക്കണേ. അപ്പോൾ എന്തായാലും നിങ്ങൾ ചട്നി ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് വന്ന് കമൻറ്റ് ചെയ്യണേ. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ റെസിപ്പീസുമായിട്ട് നമുക്ക് പിന്നെയും കാണാം. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ലൈക്ക് ചെയ്യാൻ പറയണേ. താങ്ക്